നമസ്കാരം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. ഇതിൽ ഏറെ ശ്രദ്ധേയമായി മാറിയ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡായിരുന്നു. ഇവിടെ ആര് ജയിക്കും എന്നുള്ള കാര്യം വളരെ നിർണായകമായ ഒരു ചോദ്യമായിരുന്നു. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് കേവല ഭൂരിപക്ഷത്തിന് ഒരാളിൻ്റെ കൂടി കുറവുണ്ടായിരുന്നു. അങ്ങനെ BJP സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ അത് അവർക്കേറെ നേട്ടമായി മാറാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുപോലെ UDF സംബന്ധിച്ചും CPM സംബന്ധിച്ചും ഒക്കെ തന്നെ അവർക്ക് ഈ സീറ്റ് എന്ത് വില കൊടുത്തും നേടുക എന്നുള്ളത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായി കൂടി മാറിയിരുന്നു. ഏതായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ CPM ആണ് ആദ്യം ഞെട്ടിയത്. കാരണം തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടതുകൊണ്ടോ ഒന്നും തന്നെ തങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ ലഭിക്കുകയില്ല എന്നുള്ള മഹാസത്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സുധീർ ഖാൻ ആണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. CPM സ്ഥാനാർത്ഥി നൗഷാദിനെ 83 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. സാധാരണഗതിയിൽ തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം പോലെയുള്ള ഒരു മേഖലയിലൊക്കെ തന്നെ, അതായത് ന്യൂനപക്ഷങ്ങൾ കൂടുതലായി താമസിക്കുന്ന മേഖലയിൽ BJP വലിയ വിജയപ്രതീക്ഷയൊന്നും സാധാരണഗതിയിൽ വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ലാത്തൊരവസ്ഥയാണ് ഉള്ളത്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ച BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഏതാണ്ട് 300ഓളം വോട്ടുകൾ മാത്രമാണ്. എന്നാൽ ഇക്കുറി ഇപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJPക്ക് ലഭിച്ച വോട്ട് കണ്ട് ശരിക്കും കണ്ണു തള്ളിയത് BJPയുടേതല്ല, കോൺഗ്രസിൻ്റെയും CPMൻ്റെയുമാണ്. 2437 വോട്ടാണ് ഇവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സർവശക്തിപുരം ബിനുവിന് ലഭിച്ചത്. ഒരു കാര്യം ഓർക്കുക, ഒരു കാര്യം ശ്രദ്ധിക്കുക, കഴിഞ്ഞ തവണ ലഭിച്ചത് വെറും 300 വോട്ടാണ് എങ്കിൽ ഇക്കുറി ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ 8 ഇരട്ടിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ BJPയുടെ വിജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ജയിച്ചത് UDF ആണെങ്കിലും ഫലത്തിൽ ജയിച്ചത് BJP ആണെന്ന് പറയാം. കാരണം BJPയോടുള്ള ന്യൂനപക്ഷങ്ങളുടെ നിലപാടിൽ വലിയ തോതിലുണ്ടായ ഒരു ഷിഫ്റ്റ് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം ഏറ്റവും അധികം ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന ഈ ഒരു മേഖലയിൽ BJP സ്ഥാനാർത്ഥിക്ക് 2400-ലധികം വോട്ടുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. മാസങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രയൽ റണ്ണായി വിശേഷിപ്പിക്കാവുന്ന ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തോതിലുള്ള നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇത് വിരലിച്ചുകൊണ്ടുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ BJPക്ക് അതിശക്തമായ വേരുകളുണ്ട് എങ്കിൽ പോലും തീരദേശ മേഖലയിൽ വിഴിഞ്ഞമൊക്കെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ സാധാരണഗതിയിൽ അവർക്ക് അത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് പറയാൻ കഴിയുകയില്ല. അവിടെ ക്രൈസ്തവ മുസ്ലിം ഭൂരിപക്ഷമാണുള്ളത്. പള്ളികളുടെയും അതുപോലെ മുസ്ലിം സംഘടനകളുടെയൊക്കെ തന്നെ വലിയ തോതിലുള്ള സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഇവിടെ. അവിടെയാണ് BJP സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തായി പോയി എങ്കിൽ പോലും 2400-ലധികം വോട്ട് നേടാൻ കഴിഞ്ഞത് എന്നുള്ളത് ഒരു ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയുകയില്ല. ഇത് ഭാവിയിൽ ഒരുപക്ഷെ ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകളുടെയൊക്കെ പട്ടികയിൽ വിഴിഞ്ഞത്തെയും ഉൾപ്പെടുത്താമോ എന്ന് സ്വാഭാവികമായും സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഒരേറെ ശ്രദ്ധിക്കുക, ഇവിടെ ജയിച്ച UDF സ്ഥാനാർത്ഥിക്ക് LDF സ്ഥാനാർത്ഥിയേക്കാൾ 83 വോട്ട് മാത്രമാണ് കൂടുതലായി ഉണ്ടായിരുന്നത്. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP സ്ഥാനാർത്ഥിക്ക് ഇത്രയും ഗംഭീരമായ തോതിലുള്ള വോട്ടുകൾ നേടാൻ കഴിഞ്ഞുവെങ്കിൽ ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ BJPക്ക് അവരുടെ നില മെച്ചപ്പെടുത്താനും ജനങ്ങൾക്കിടയിലേക്ക്, അതായത് ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം മാറുകയാണ് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ BJPക്ക് ബാലികേറ മലയായിരുന്ന കോസ്റ്റൽ ഏരിയയിൽ അല്ലെങ്കിൽ തീരദേശ മേഖലകളിലൊക്കെ തന്നെ അവർ ശക്തി പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം മാറുകയാണ്. CPM ആകട്ടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനും മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുമൊക്കെ വേണ്ടി ഒരുപാട് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു തന്ത്രയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തതും അതിൻ്റെ പേരിൽ ഒരുപാട് വിവാദമുണ്ടാക്കിയതുമൊക്കെ. പക്ഷേ ഒന്നും തന്നെ തത്വത്തിൽ തങ്ങൾക്ക് ഗുണകരമായില്ല എന്ന് തന്നെയാണ് അവർക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില പഞ്ചായത്തുകളിൽ LDFന് വിജയം നേടാൻ കഴിഞ്ഞുവെങ്കിലും അവരുടെ ഒരു അഭിമാന പോരാട്ടമായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ അവർക്ക് പരാജയം ഉണ്ടായി എന്നുള്ളത് CPMന് വലിയ തിരിച്ചടിയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്കേറെ പ്രത്യാശ നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു വിജയം. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിൻ്റെ ഒരു തുടർച്ചയായി നമുക്ക് ഈ വിജയത്തെ കണക്കാക്കാം എന്നാണ് കരുതേണ്ടത്. ഇപ്പോഴും ഒരു കാര്യമുള്ളത്, BJPക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വതന്ത്രനായ പാറ്റൂർ രാധാകൃഷ്ണൻ്റെ കൂടി പിന്തുണയിലാണ് ഇപ്പോൾ ഭരണം മുന്നോട്ട് പോകുന്നത്. നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണത്തിൻ്റെ യാതൊരു തരത്തിലുള്ള ഭീഷണിയും ഉയർന്നു കാണുന്നില്ല എന്നുള്ള കാര്യവും പ്രധാനമാണെങ്കിലും ഈ ഒരു വിജയം ഇത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. അത്ഭുതകരമാണ് ഈ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. വിജയിച്ചത് കോൺഗ്രസ് ആണെങ്കിലും ശരിക്കും നേടിയത് BJP തന്നെയാണ്.